നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പ്. CPIയുടെയും AIYFന്റെയും നേതൃത്വത്തിൽ സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി ഉന്നതതല അന്വേഷണം നടത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ നിയന്ത്രണത്തിലുള്ള തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാരൻ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും അക്കൗണ്ടുകളിൽ നിന്നും വ്യാജ ഒപ്പും രേഖകളും നിർമ്മിച്ച് കോടികൾ തട്ടിയെടുത്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPIയുടെയും AIYFന്റെയും നേതൃത്വത്തിൽ തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. നിക്ഷേപകരുടെ പണമല്ല, നിക്ഷേപകരുടെ പണമല്ല, നിക്ഷേപകരുടെ പണമല്ല, നിക്ഷേപകരുടെ പണമല്ല. കൊള്ളയടിച്ച ഭരണക്കാരെ, കൊള്ളയടിച്ച ഭരണക്കാരെ, കൊള്ളയടിച്ച ഭരണക്കാരെ, കൊള്ളയടിച്ച ഭരണക്കാരെ, കൊള്ളയടിച്ച ജീവനക്കാരെ, കൊള്ളയടിച്ച ജീവനക്കാരെ, കൊള്ളയടിച്ച ജീവനക്കാരെ, കൊള്ളയടിച്ച ജീവനക്കാരെ. നിങ്ങൾക്കെതിരാണ് സമരം, നിങ്ങൾക്കെതിരാണ് സമരം, നിങ്ങൾക്കെതിരാണ് സമരം, നിങ്ങൾക്കെതിരാണ് സമരം. CPI സിന്ദാബാദ്, CPI സിന്ദാബാദ്, CPI സിന്ദാബാദ്, CPI സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. നിക്ഷേപകരുടെ പണമല്ല, നിക്ഷേപകരുടെ പണമല്ല, നിക്ഷേപകരുടെ പണമല്ല, നിക്ഷേപകരുടെ പണമല്ല. കൊള്ളയടിച്ച ഭരണക്കാരെ, കൊള്ളയടിച്ച ഭരണക്കാരെ, കൊള്ളയടിച്ച ഭരണക്കാരെ, കൊള്ളയടിച്ച ഭരണക്കാരെ, കൊള്ളയടിച്ച ജീവനക്കാരെ, കൊള്ളയടിച്ച ജീവനക്കാരെ, കൊള്ളയടിച്ച ജീവനക്കാരെ, കൊള്ളയടിച്ച ജീവനക്കാരെ. നിങ്ങൾക്കെതിരാണ് സമരം, നിങ്ങൾക്കെതിരാണ് സമരം, നിങ്ങൾക്കെതിരാണ് സമരം, നിങ്ങൾക്കെതിരാണ് സമരം. CPI സിന്ദാബാദ്. നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ട് ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തണമെന്നും ബാങ്ക് ഭരണസമിതിയുടെ അറിവോടെ അല്ലാതെ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ജീവനക്കാരൻ ഒറ്റയ്ക്ക് നടത്തിയെന്നത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ലെന്നും തട്ടിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് ജീവനക്കാരന് മേൽ പഴിചാരുന്ന ഭരണസമിതിയുടെ പങ്ക് അന്വേഷിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. AIYF തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടത്തിയ അഴിമതി 2.5 കോടിയിലധികം വരുന്ന രൂപയുടെ അഴിമതി ഒരു വ്യക്തി നടത്തി എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കുവാൻ വേണ്ടി സാധിക്കുമോ? ഒരു വ്യക്തിക്ക് അങ്ങനെ ഇത്രയും വലിയ കോടി രൂപ തട്ടിപ്പ് നടത്തുവാൻ എങ്ങനെയാണ് സാധിക്കുക? ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ് യാഥാർത്ഥ്യം. അവിടെ ഇത് ഭരിക്കുന്ന ഭരണാധികാരികൾക്കും ഇതിൻ്റെ സെക്രട്ടറിക്കും ജീവനക്കാർക്കും വ്യക്തമായ പങ്കുണ്ട്. അതിൻ്റെ പങ്ക് പറ്റിക്കൊണ്ടാണ് ഇത്രയധികം കോടി രൂപയുടെ അഴിമതി നടത്തുവാൻ ഒരു വ്യക്തി തയ്യാറായതെങ്കിൽ ആ ബാങ്കിനെ പിരിച്ചുവിടുന്ന സാഹചര്യമാണ് ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹകരണ ബാങ്കിൻ്റെ 65-ാം ചട്ടം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംഘത്തിലെ അന്വേഷണം നടത്തുകയും ചട്ടം 32 ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംഘം പിരിച്ചുവിടുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് AIYFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തുന്നത്. വകുപ്പ് തലത്തിലുള്ള അന്വേഷണത്തിനോടൊപ്പം വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളിൽ പരാതി കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക്, നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടുന്ന സാധ്യതയിലുള്ള സമീപനം സ്വീകരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ സമരം ഇന്നിവിടെ അവസാനിച്ചു പോകുന്ന സമരമല്ല. മറ്റ് യുവജന സംഘടനയേക്കാൾ, മറ്റ് പ്രസ്ഥാനങ്ങളെക്കാൾ മുമ്പ് പ്രതികരണ ശേഷിയുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇന്നിവിടെ സമരം നടത്തുന്നത് നാളെ പിരിഞ്ഞു പോകുവാനുള്ളതല്ല. ഇനി മുതലുള്ള നാളുകൾ നമുക്ക് പ്രക്ഷോഭവുമായി നമുക്കിവിടെ വരേണ്ടി വരും. ഇവിടെയുള്ള നിക്ഷേപകരുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ രാവന്തിയോളം പണിയെടുത്ത വിയർപ്പിൻ്റെ ഗന്ധമുള്ള അവരുടെ പണം തിരിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള ഏതറ്റം വരെയുള്ള സമരത്തിനും നമുക്കൊപ്പം ഉണ്ടാകണം, നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകണം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, അതാണ് AIYFിന്റെ നിലപാട്. CPI തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR സത്യൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ തിരുവില്ലാമലയിൽ ഇതുപോലുള്ള ഒരു സഹകരണ ബാങ്ക് ഒട്ടനവധി പാവപ്പെട്ട തൊഴിലാളികളുടെയും അതുപോലെ തന്നെ മറ്റു പാവപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ സമ്പാദ്യമാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ നിക്ഷേപമൊക്കെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ തനിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇത് കട്ടെടുത്തു അല്ലെങ്കിൽ തിരിമറി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളല്ല തിരുവില്ലാമലയിലുള്ളത്. ഇതിൻ്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ
വിപുലമായ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതിനെതിരെയാണ് ഈ സമരം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഇവിടെ നിക്ഷേപിച്ച നിക്ഷേപകർക്ക് കൃത്യമായി അവരുടെ മുതലും പലിശയും തിരിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് പാർട്ടി ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സൂചന സമരം മാത്രമാണ്. ഞങ്ങളിവിടെ ഈ ബാങ്കിലേക്ക് അതിക്രമിച്ച് കയറാനോ അല്ലെങ്കിൽ ആ ഭരണസമിതിക്കെതിരെ രൂക്ഷമായ പ്രവർത്തനം ചെയ്യുന്നതിനോ വേണ്ടിയല്ല. സമാധാനപരമായി ഇവിടെ സമരം ചെയ്തുകൊണ്ട് പാവപ്പെട്ട നിക്ഷേപകർക്ക് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം TP സുനിൽ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ, CPI തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സ്മിത, C മോഹനൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, AIYF മണ്ഡലം പ്രസിഡന്റ് PR കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് PS ശ്രീദാസ്, മേഖലാ സെക്രട്ടറി A ബിജുമോൻ, മേഖലാ പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേവലം ഒരു ജീവനക്കാരനെ ഉപയോഗിച്ച് ഇവിടെ തട്ടിപ്പ് നടത്താൻ കഴിയുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇത് വാർത്ത പുറത്തു വന്നതോടുകൂടി ഈ ബാങ്കിലെ ജീവനക്കാരനെ പുറത്താക്കി ഇവിടെ തടിത്തപ്പാനുള്ള ശ്രമമാണ് ബാങ്ക് ഭരണസമിതി എടുത്തിട്ടുള്ളത്. നേരത്തെ AIYFൻ്റെയും CPIയുടെ നിലപാട് AIYFൻ്റെ നേതാവ് വ്യക്തമാക്കപ്പെട്ടതാണ്. 1969 കാലഘട്ടത്തിൽ രൂപീകരിച്ച ആക്ടിനും ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ് ഇവിടെ കേരളത്തിനകത്തൊരു സഹകരണ സംഘം രൂപീകരിക്കപ്പെട്ടത്. ആ സഹകരണ സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ജീവനക്കാർക്ക് തട്ടിപ്പ് നടത്താനുള്ള വേദിയായിട്ടല്ല സഹകരണ ബാങ്ക് രൂപീകരിക്കപ്പെട്ടുള്ളത്. ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ലോൺ കൊടുക്കുന്നതിനും അവരുടെ ബുദ്ധിമുട്ടുകൾ അകറ്റുന്നതിനു വേണ്ടിയാണ് സഹകരണ സംഘങ്ങൾ എന്ന ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ട 1969 ജൂലൈ 14 രൂപീകരിക്കപ്പെട്ട ആക്ട് പ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടെങ്കിലും ഇപ്പോൾ ഒരു കൂട്ടം ഇവിടെ അഴിമതി നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യം നിലനിൽക്കപ്പെടുകയാണ്. ഈ ബാങ്കിനകത്ത് നിലനിൽക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വകുപ്പ് 65 പ്രകാരം പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമാണ്. അങ്ങനെ ഒരു ജീവനക്കാരൻ മാത്രം വിചാരിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ മാസത്തിലും ജീവനക്കാരുടെ യോഗം വിളിക്കാവുന്ന സാഹചര്യം ഭരണസമിതിക്കുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ചേരുന്ന ഭരണസമിതി യോഗമാണ് മറ്റ് ലോണും മറ്റ് കാര്യങ്ങളുമെല്ലാം തീരുമാനമെടുക്കപ്പെടുന്നത്. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ചേരുന്ന ഭരണസമിതി ഈ മാസത്തിൽ 4 തവണയെങ്കിലും മിനിമം ചേരുന്ന ഭരണസമിതിയുണ്ട്. സബ് കമ്മിറ്റി യോഗം ചേരുന്ന സാഹചര്യം ഭരണസമിതിക്കുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്രയേറെ കോടി രൂപ 2 കോടിയിൽ പരം രൂപ തട്ടിപ്പ് നടത്തിയിട്ടും ഭരണസമിതി അറിഞ്ഞില്ല എന്ന് പറയപ്പെടുന്നത് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഭരണസമിതി അറിയാതെ, ഈ സംഘത്തിലെ മറ്റ് ജീവനക്കാർ അറിയാതെ, ബാങ്കിലെ സെക്രട്ടറി അറിയാതെ ഒരു ഫണ്ട് പാസ്സാക്കപ്പെടുമ്പോൾ ഇതിൻ്റെ ഓതറൈസ് ചെയ്യുന്ന ബാങ്കിലെ മാനേജർ ഉൾപ്പെടെ ബാങ്കിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെ ഈ ഫണ്ട് പിൻവലിക്കുന്നതായി ഓതറൈസ് ചെയ്താൽ മാത്രമാണ് ഫണ്ട് പിൻവലിക്കാൻ കഴിയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ പിൻവലിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇത്ര കോടി രൂപ എങ്ങനെയാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് പിൻവലിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഭരണസമിതി അംഗങ്ങളുടെയും പ്രസിഡൻറ്റിൻ്റെയും അവരുടെ എല്ലാവരുടെയും അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ബാങ്കിലേക്ക് വരുന്നതിനൊക്കെ മുമ്പ് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത് ഭരണസമിതിക്ക് വീഴ്ചയുണ്ടായി എന്നാണ്. അങ്ങനെ വീഴ്ചയുണ്ടാകാൻ വേണ്ടിയല്ലല്ലോ പ്രവർത്തിക്കപ്പെടുന്നത്. റൈറ്റ് ന്യൂസ് തിരുവല്ലോമല.